നമസ്കാരം. അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. തിരുവനന്തപുരത്ത് പഴഞ്ചിറ ക്ഷേത്രത്തിന് സമീപം കല്ലാട്ടുമുക്ക് പരുത്തിക്കുഴിയിൽ ഫ്ലക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം കുത്തിക്കീറി മതപഠന വിദ്യാർത്ഥികൾ. ഈ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ മുതൽ പ്രചരിക്കുകയാണ്. ഞെട്ടലോടുകൂടി മാത്രമേ ആ ചിത്രം, ആ ഒരു ദൃശ്യം നമുക്ക് കാണാനാകൂ. അതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി, അതായത് മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. സുന്നി മതപഠന വിദ്യാർത്ഥികളുടെ വേഷം ധരിച്ചെത്തിയവരാണ് ഭാരതാംബയുടെ ചിത്രം വികൃതമാക്കിയത് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത്. എന്തായാലും വലിയ ഒരു എതിർപ്പാണ് ഈ ഒരു ദൃശ്യം പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങൾ അമ്മയായി കണ്ടാരാധിക്കുന്ന ഭാരതമാതാവിൻ്റെ ചിത്രമാണ് വളരെ ക്രൂരമായ രീതിയിൽ മതപഠന വേഷധാരികൾ കുത്തിക്കീറുന്ന ആ ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. അക്രമികൾ സുന്നി മതപഠന വിദ്യാർത്ഥികളുടെ വേഷം ധരിച്ചെത്തിയവരാണെന്നും സംശയമുണ്ട്. ഇനി യഥാർത്ഥത്തിൽ അവരാണോ എന്നും ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. പരുത്തിക്കുഴിയിലെ അമ്മച്ചിമുക്കിലെത്തിയ അക്രമികൾ അല്പനേരം പരിസരം നിരീക്ഷിച്ചതിന് ശേഷമാണ് ഭാരതാംബയുടെ ചിത്രം കുത്തിക്കീറിയതെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രദേശത്തെ RSS പ്രവർത്തകർ സ്ഥാപിച്ച ബോർഡാണ് ഇത്. കൃത്യമായ ആസൂത്രണം ചെയ്താണ് അക്രമികൾ സ്ഥലത്തെത്തിയതെന്നും CCTV ദൃശ്യങ്ങളിൽ നിന്നും വളരെയധികം വ്യക്തമാണ്. കുറച്ചുനേരം ആ പരിസരം അവർ നിരീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അതിൽ ഒരാൾ കത്തിയെടുത്ത് ഭാരതാംബയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് കുത്തിക്കീറുന്നതായി ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനാകുന്നത്. എന്തായാലും 3 പേരാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ ഉള്ളത്. പൂന്തുറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സമൂഹത്തിൻ്റെ നാനാതുറയിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണാനാകില്ല എന്ന് തന്നെയാണ് പ്രമുഖരൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സംഭവം അങ്ങേയറ്റം നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പ്രതികരിച്ചത്. മദ്രസ വിദ്യാഭ്യാസം ചെറുപ്പം മുതൽ ഉണ്ടാക്കിയെടുക്കുന്ന മാനസികാവസ്ഥയുടെ പ്രതികരണമാണ് ഇത്. മതപഠനത്തിലൂടെ കുട്ടികളിൽ ഒരു തരത്തിൽ മറ്റ് മതവിഭാഗത്തോടും രാഷ്ട്രീയത്തോടും എന്ത് വികാരമാണ് സൃഷ്ടിക്കുന്നതെന്ന് സംബന്ധിച്ച വൻതോതിലുള്ള ആശങ്കയുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ശശികല ടീച്ചറും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. മോശം ചിന്താഗതികളോടെ വളർന്നു വരുന്ന കുട്ടികൾ രാഷ്ട്രത്തിന് തന്നെ അപകടകരമാണെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ KP ശശികല ടീച്ചർ പറഞ്ഞത്. വിഷയത്തെ ഗൗരവമായി തന്നെ കാണണമെന്നും കുറ്റവാളികൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകണമെന്നും ശശികല ടീച്ചർ പറഞ്ഞു. അതുമാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യം പ്രചരിച്ചത് ഇന്നലെ രാത്രിയാണ്, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ്. അപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളുമാണ് ഈ ഒരു ദൃശ്യത്തിന് നേരെ വരുന്നത്. രാജ്യദ്രോഹികൾ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അവരെ ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ കണക്കാക്കി അതിന് തക്കവണ്ണമുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ദേശസ്നേഹികളായ എല്ലാവരും തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.